നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദത്തിലെ അവസാന മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുന്നു. ഇന്ന് രണ്ട് കിടിലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. FC ബാഴ്സലോണ വേഴ്സസ് നാപ്പോളി, അതുപോലെ തന്നെ ആഴ്സണൽ വേഴ്സസ് FC പോർട്ടോ പോരാട്ടങ്ങളാണ് എത്തുന്നത്. ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ 1:30 ഈ മത്സരങ്ങൾ കാണാൻ പറ്റുക. FC ബാഴ്സലോണ എതിരാളികൾ നാപ്പോളി. കളി നടക്കുന്നത് ബാഴ്സയുടെ മൈതാനത്ത്. നാപ്പോളിയുടെ മൈതാനത്ത് ആദ്യ പാദത്തിൽ 1-1 സമനിലയായിരുന്നു. അപ്പോൾ ഇന്ന് ജയിക്കുന്ന ടീമിന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. മറുഭാഗത്ത് ആഴ്സണൽ പോർട്ടോ കളി ആഴ്സണലിന്റെ മൈതാനത്ത് നടക്കുന്നുണ്ട്. പോർട്ടോയുടെ മൈതാനത്ത് ആദ്യ പാദത്തിൽ പോർട്ടോയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചത്. അപ്പോൾ ആഴ്സണലിന് കാര്യങ്ങൾ മാറ്റിമറിക്കേണ്ടതുണ്ട്. സ്വന്തം മൈതാനത്ത് അതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആർട്ടറ്റയും കുട്ടികളും ഇറങ്ങുന്നത്. ഏതായാലും ഓൾറെഡി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞ ടീമുകൾ ബയേൺ മ്യൂണിക്ക് എത്തിയിട്ടുണ്ട്. ലാസിയോയെ റൗണ്ട് ഓഫ് 16 അഗ്രിഗേറ്റ് 3-1 തോൽപ്പിച്ചാണ് അവരെത്തിയത്. PSG എത്തിയിട്ടുണ്ട്. റയൽ സോസിഡാഡിനെ റൗണ്ട് ഓഫ് 16 അഗ്രിഗേറ്റ് 4-1 തോൽപ്പിച്ചാണ് അവർ ക്വാർട്ടറിലേക്ക് എത്തിയത്. റയൽ മാഡ്രിഡ് എത്തിയിട്ടുണ്ട്. RB ലൈപ്സിഗിനെ 2-1 അവർ അഗ്രിഗേറ്റ് തോൽപ്പിച്ചത്. മാഞ്ചസ്റ്റർ സിറ്റി കോപ്പൻഹേഗനെ അഗ്രിഗേറ്റ് 6-2 തോൽപ്പിച്ചും ക്വാർട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് അറിയേണ്ടത് ആഴ്സണൽ ഓർ പോർട്ടോ അതിലാരെത്തും, ബാഴ്സ ഓർ നാപ്പോളി അതിലാരെത്തും. ഇനി നാളെ 2 കളികൾ കൂടിയുണ്ട്. ഡോർട്ട്മുണ്ട് വേഴ്സസ് PSV, അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ഇന്റർ മിലാൻ. കാത്തിരിക്കാം UCL തീപാറുന്ന പോരാട്ടങ്ങൾക്കായി. ഈ വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.